ഈ തൃശ്ശൂരിലെ പൂരം ആ രാത്രി നടന്നത് അത് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും? എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? എങ്ങനെയാകും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? അല്ല, ഈ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ ഒരു വലിയ ഹൃദയ വികാരമാണ്. അത് തൃശ്ശൂർക്കാരല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. തൃശ്ശൂർക്കാർ മാത്രമല്ല, ഈ പൂരം ആസ്വാദകർ അല്ലെങ്കിൽ പൂരപ്രേമികൾ, പൂരപ്രാന്തന്മാർ എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതിന് അവിടുത്തെ സാംസ്കാരിക ജീവിതത്തിൽ അല്ലെങ്കിൽ പൊതുജീവിതത്തിൽ വലിയ പ്രാധാന്യവുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം വരുന്നത് അതിൻ്റെ ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, ബഹുജന പങ്കാളിത്തത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഭംഗമുണ്ടാകുന്നത് തൃശ്ശൂർക്കാർ വളരെ വൈകാരികമായിട്ടാണ് അതിനെ സമീപിക്കുക. തൃശ്ശൂർക്കാർ മാത്രമല്ല, പൂരപ്രേമികൾ പൊതുവെ ആ രീതിയിലാണ് അതിനോട് സമീപിക്കുക. ഓരോ പൂരത്തിനും വലിയ മുന്നൊരുക്കമുണ്ട്, വളരെയധികം പണത്തിൻ്റെ ചിലവുണ്ട്, വളരെയധികം പണത്തിൻ്റെ വരവുമുണ്ട്. ഈ ദിവസങ്ങൾക്ക് കാണിക്കയിട്ടിടുന്ന പണമുണ്ട്, അവർ പിരിക്കുന്ന പണമുണ്ട്, അവർ പൂരം പ്രദർശനത്തിൽ കൂടി കളക്ട് ചെയ്യുന്ന പൈസയുണ്ട്. അതേപോലെ തന്നെ അവിടെ പൂരവുമായി ബന്ധപ്പെട്ട അനവധി കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് പണം എല്ലാ രംഗത്തും വരവ് ഉണ്ടാക്കുകയും ചിലവഴിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു ചടങ്ങിന് ഭംഗമുണ്ടായി കഴിഞ്ഞാൽ അത് തൃശ്ശൂരിൻ്റെ പൊതുജീവിതത്തെ, സാമ്പത്തിക ജീവിതത്തിന് ബാധിക്കും. അങ്ങനെ ഒരു വലിയ ഒരു ഷോയാണ്. അപ്പോൾ ഇത്രയധികം ആനകൾ പങ്കെടുക്കുന്നത്, ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നത്, ഒരു നഗരമധ്യത്തിൽ നടക്കുന്ന, അതും വളരെ പ്രധാനമല്ലേ. ഇപ്പോൾ ആറാട്ടുപുഴ പൂരം അല്ലെങ്കിൽ ഉത്രാളിക്കാവ് പൂരം പോലെ ഇത് നഗരമധ്യത്തിൽ നടക്കുന്ന ഒരു വലിയ ഈവൻ്റാണ്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനം റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാവും, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാവും, മറ്റെല്ലാ വിഭാഗക്കാരുടെയും കോർപ്പറേഷൻ്റെ ഭാഗത്തുണ്ടാവും. എല്ലാവരുടെയും കൂടി കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പൂരം നടക്കുന്നത്. അല്ലാണ്ട് തിരുവമ്പാടി ദിവസവും പാറമേക്കാവ് ദിവസവും മാത്രമല്ല, അവർ വിചാരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വിജയം എന്നുള്ളത് ഓരോ വർഷത്തെയും സർക്കാരിൻ്റെ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയുടെ, അതും അല്ലെങ്കിൽ ദേവസ്വങ്ങളുടെ എല്ലാവരുടെയും കൂടി കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പിഴവ് പറ്റി കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കുക. ആന ഓടുന്നത് പോലെ, അല്ലെങ്കിൽ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്നത് പോലെ വളരെ വളരെ അനഭിലഷണീയമായ റിസൾട്ടാണ് ഉണ്ടാകുക. വെടിക്കെട്ട് അപകടം ഉണ്ടാകാം. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെയധികം ജാഗ്രത ആവശ്യമുണ്ട്. ഏതൊരു പൂരവും വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വയ്ക്കുന്നത് പോലീസുകാരാണ്, സാധാരണ പോലീസുകാരാണ്. ഒരു കോൺസ്റ്റബിളുടെ അബദ്ധത്തിന് തെറ്റുപറ്റിയാൽ മൊത്തം സംവിധാനം തകർന്ന് തരിപ്പണമായി പോകും. ഇവരുടെ ഈ സേവനത്തെ, ഇവരുടെ ഈ വിലമതിക്കാനാവാത്ത സേവനത്തെ ആരും തന്നെ നന്ദിപൂർവ്വം ഒരിക്കലും സ്മരിക്കാറില്ല. വല്ലപ്പോഴും ഞാൻ മാത്രമാണ് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ പറയാറില്ല. പോലീസുകാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയുടെ തലപ്പത്ത് തീരെ അപ്രാപ്തനായ അല്ലെങ്കിൽ തീരെ അവിവേകിയായ, ഒട്ടും തന്നെ സംയമനം പാലിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാൾ വന്നു. ഇതാണ് ശരിക്കുള്ള ദുരന്തം. ഇത് CPM-കാരോ CPI-കാരോ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനോ മനഃപൂർവ്വം ചെയ്ത ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ 35 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് പൂരം കാണുന്ന ആളാണ്. കോവിഡിന് 2 കൊല്ലം പോകാൻ കഴിഞ്ഞില്ല. പൂരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകാൻ തയ്യാറില്ലാത്തതുകൊണ്ട്. പിന്നെ 93-ലോ 94-ലോ ഒരു ഭയങ്കര മഴ പെയ്തിട്ട്, മഴ എന്ന് വെച്ചാൽ തോരാത്ത മഴ പെയ്തിട്ട് പൂരം ഉണ്ടാകാതെ പോയി. അതൊഴിച്ച് എല്ലാ തവണയും പോയിട്ടുണ്ട്. വെടിക്കെട്ട് മാറ്റിവെച്ച പൂരം ഉണ്ടായിട്ട് മഴ പെയ്തിട്ട് വെടിക്കെട്ട് നടത്താൻ പറ്റാതെ പോയിട്ട്, പിന്നെ പാടൂർ വെടിക്കെട്ട് അവിടുത്തെ തുറന്ന് വെടിക്കെട്ട് ക്യാൻസൽ ചെയ്ത പൂരം ഉണ്ടായിട്ട്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെ പതിവുണ്ട്. വെടിക്കെട്ട് മാറ്റിവെക്കലും മാത്രമല്ല, ഇത് ആദ്യം മുതൽക്ക് കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളത്തോട്ടാണ് പൂരം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് മുതൽക്ക് അസ്വാരസ്യം ആരംഭിച്ചു. മന്ത്രി രാജൻ അവിടെ ഉണ്ട്, മറ്റേ മന്ത്രി ബിന്ദു അവിടെ ഉണ്ട്, പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ എല്ലാവരും അവിടെ ഉണ്ട്. MM വർഗീസാണ് ജില്ലാ സെക്രട്ടറി. അദ്ദേഹം മുതൽക്ക് എല്ലാ ആളുകളും അവിടെ ഉണ്ട്. CPI-യുടെ സ്ഥാനാർത്ഥി സുനിൽകുമാറുണ്ട്, BJP നേതാവ് ഗോപാലകൃഷ്ണനുണ്ട്, CMP നേതാവ് ജോണുണ്ട്, K മുരളീധരനുണ്ട്. ഇവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ആർക്കും ഇതിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്താൻ പറ്റിയില്ല. ഈ അവിവേകിയായ പോലീസ് ഉദ്യോഗസ്ഥനും അയാളുടെ ഈ മർക്കടസ്യ സുരാപാനം എന്ന് പറഞ്ഞ പോലെയുള്ള കുറേ പോലീസുകാരും ഇവർ വേണ്ടാത്ത സ്ഥലത്ത് ബാരിക്കേഡുകൾ വയ്ക്കുകയും വടം വച്ച് കെട്ടുകയും ജനങ്ങളുടെ മൂവ്മെൻറ്റ് മൊത്തത്തിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം. ഈ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് നടക്കുന്ന സമയത്ത് പ്രൈവറ്റ് ബസ് റോഡിൽ കൂടി കയറ്റി വിട്ടു. അതിനൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട്. കാലാകാലങ്ങളായിട്ട് അവിടെ തുടരുന്ന അതിൻ്റെ നിയന്ത്രണങ്ങൾ, കീഴ്വഴക്കങ്ങളുണ്ട്. അത് തെറ്റിച്ചപ്പോഴാണ് ഈ സംഗതി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നു. സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ പൂരത്തിനിടയ്ക്കായിരുന്നു. അന്ന് ഇതേ ഉദ്യോഗസ്ഥൻ തന്നെ അയാളുടെ തോന്നിവാസമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചു, ആളുകളെ തടഞ്ഞു. ഈ പൂരപ്രേമികൾ പ്രകോപിതരായി, പോലീസുകാരെ അവർ ഓടിച്ചിട്ട് തല്ലി. അന്ന് പിന്നെ അത് വലിയ വിഷയമായില്ല. മൊത്തം സംഭവത്തിനിടയ്ക്ക് ഒരു ചെറിയ അനിഷ്ട സംഭവം എന്ന രീതിയിൽ കഴിഞ്ഞുപോയി. അന്ന് തന്നെ ഇദ്ദേഹത്തെ താക്കീത് ചെയ്തതാണ്, അദ്ദേഹത്തിനെ ഗുണദോഷിച്ചതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ കലിപ്പുകൊണ്ടാണെന്നും കൂടി അറിയില്ല. ഇത്തവണ ഇത് ആദ്യം മധ്യാന്തം കുഴപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ മന്ത്രിക്കും മറ്റു ആളുകളൊക്കെ ഇതിൽ ഇടപെട്ടിരുന്നെങ്കിൽ
ഇത്രയും മോശമാകുമായിരുന്നില്ല. കാരണം മന്ത്രിമാർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം മതിൽക്കെട്ടിനകത്ത് ചെരുപ്പ് ഇട്ട് കയറരുത് എന്ന ഒരു നിർദ്ദേശം ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായി. അത് അപ്രായോഗികമായ ഉത്തരവാണ്. അങ്ങനെ ഒരു ഉത്തരവ് പാലിക്കപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കയറുന്നത് പടിഞ്ഞാറേ ഗോപുരത്തിൽ കൂടി, ഇറങ്ങുന്നത് തെക്കേ ഗോപുരത്തിൽ കൂടിയാണ്. അപ്പോൾ പടിഞ്ഞാറേ ഗോപുരത്തിൽ നമ്മൾ ചെരുപ്പിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചെരുപ്പ് എങ്ങനെ എടുക്കും? തൃശ്ശൂർ റൗണ്ട് മുഴുവൻ ഒരു റൗണ്ട് അടിച്ച് വന്നാലേ, അത് ചെരുപ്പിടാതെ നടന്നിട്ട് തിരിച്ചു വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള അപ്രായോഗികമായ ഉത്തരവുകൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ ചെരുപ്പിട്ട് കയറുന്നത് നിയന്ത്രിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്നെ പോലുള്ള സാധാരണ പൂരപ്രേമികളൊക്കെ ചെരുപ്പിടാതെ തീർന്നു. പിന്നെ ചെരുപ്പെടുക്കാൻ വേണ്ടി കറങ്ങി തിരിച്ച് വരണമെന്ന് വേറെ കാര്യം. പക്ഷേ ഈ പോലീസുകാർ തന്നെ ഷൂ ഇട്ടിട്ടാകത്ത് കയറി, മന്ത്രിമാർ ചെരുപ്പിട്ടാകത്ത് കയറി. ആർക്കും ഒരു തടസ്സം ഉണ്ടായില്ല. ഇത് ഒരു നിയമം ഉണ്ടായി എല്ലാവർക്കും തുല്യതലയിൽ ബാധകമായിരിക്കണ്ടല്ലോ. VIP-കൾക്ക് ചെരുപ്പിടാം, സാധാരണക്കാരെ ചെരുപ്പിടാൻ പാടില്ല തുടർന്ന് ശരിയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവിവേകപരമായ തീരുമാനങ്ങളുണ്ടായി, ഉത്തരവുകളുണ്ടായി. മൊത്തം സംഗതികൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അതിന് ഇടംപേറ്റിയ ഒരു സംഭവമാണ് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടത്. അതിനേക്കാൾ മുമ്പ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കും? തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുമോ? അങ്ങേക്ക് എന്താണ് അത് തോന്നുന്നത്? തെരഞ്ഞെടുപ്പിലെ ഇമ്പാക്റ്റ് അല്ലല്ലോ ഞാൻ പറഞ്ഞ. ഇത്രയും ഗംഭീരമായ കേരളത്തിൻ്റെ എന്താണ് നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു വലിയ ആഘോഷമല്ലേ, ഒരു വലിയ ഉത്സവമല്ലേ. തെരഞ്ഞെടുപ്പ് വരെയും പോവുകയൊക്കെ ചെയ്യും. അതിപ്പോൾ ആരെങ്കിലും ഒരു പാർട്ടി ജയിക്കും, വേറൊരു പാർട്ടി തോക്കും. അതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങളും അതിൽ തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തും. ഇപ്പോൾ കരുവന്നൂർ തട്ടിപ്പ് പോലെയുള്ള സംഭവങ്ങൾ നിലവിൽ തന്നെ അവിടെ ഉണ്ട്. അതിന് പുറത്ത് പൂരത്തിൽ ഉണ്ടായ ഈ അനഭിലഷണീയമായ സംഭവങ്ങൾ, അതിനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇടതു മുന്നണിക്കാണ് അതിൻ്റെ ദോഷം ചെയ്യുക. കാരണം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളതുകൊണ്ട്. കോൺഗ്രസ്സാണ് ഭരിച്ചെങ്കിൽ അതിൻ്റെ പഴയ കോൺഗ്രസ്സിന് കിട്ടുമായിരുന്നു. അപ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ഉദ്യോഗസ്ഥൻ്റെ നിരുത്തരവാദപരമായ പ്രവൃത്തിയാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾക്കും അതിൽ യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ പറ്റിയില്ല. അവർ ആ ഘട്ടത്തിൽ ഇടപെട്ടാൽ മതിയായിരുന്നു. ഈ IPS-കാരനെ ചെവിക്ക് പിടിച്ച് താൻ വെറും ഒരു IPS-കാരൻ മാത്രമാണ്, ഒരു വെറും കമ്മീഷണറാണ്, താൻ ഇവിടെ സുരേഷ് ഗോപി കളിക്കേണ്ട എന്ന് പറഞ്ഞെങ്കിൽ, നല്ല രീതിയിൽ അയാളോട് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇത്ര മോശമാവില്ലായിരുന്നു. മാത്രമല്ല ഈ തെറ്റായ സ്ഥലത്ത് ബാരിക്കേഡുകൾ വെച്ചതും വടം വെച്ച് കെട്ടിയതും മൊത്തത്തിൽ പൂരപ്രേമികളെ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് പുറത്താക്കിയതുമാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം. അല്ലാതെ വെടിക്കെട്ട് വൈകിയത് മാത്രമല്ല. പൂരപ്രേമികൾ എന്ന് പറഞ്ഞ വിഭാഗത്തെ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് പിന്നെ പൂരം നടത്തിയിട്ട് ആരെ കാണാനാണ്? ഈ പോലീസ് കമ്മീഷണർക്കും അയാളുടെ അമ്മായിയമ്മയ്ക്കും മാത്രം കാണാനാണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വഴിവിട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. VIP ഗാലറി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് IPS-കാർക്കും അവരുടെ ഭാര്യമാർക്കും കാണാൻ വേണ്ടി വേറൊരു ഗാലറി ഉണ്ടാക്കി. അതെങ്ങനെയുണ്ട്? അതുപോലെ തൃശ്ശൂർ റൗണ്ടിലും പരിസരത്തുള്ള എല്ലാ ഹോട്ടലുകളിലും ഈ IPS-കാരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും വാടക കൊടുക്കാതെ മുറികൾ സംഘടിപ്പിച്ചു. ഓരോ ഹോട്ടലിൽ 2-3 മുറികളൊക്കെ ഇവർ കൈക്കലാക്കി. എന്നിട്ട് അവിടെ അവരുടെ ഭാര്യയ്ക്കും അമ്മായിയമ്മയ്ക്കും അല്ലെങ്കിൽ മറ്റ് സന്തു ബന്ധുക്കൾക്കും താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ സംഭവിച്ചല്ലേ ഈ നാട്ടിൽ? ഇതൊക്കെ നടന്നത് ഭരണകൂടത്തിൻ്റെ മൂക്കിൻ്റെ താഴെയാണ്. മേയർ അവിടെ ഉണ്ട്, മന്ത്രിമാരവിടെ ഉണ്ട്, പാർട്ടി നേതാക്കന്മാരവിടെ ഉണ്ട്. ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു പരാതി ഉണ്ടായില്ല, ഒരു വിഷമം ഉണ്ടായില്ല. ഇപ്പം അത് കുറേശ്ശെ പുറത്തു വരാൻ തുടങ്ങി. ഇത് ഇത്തവണ മാത്രമല്ല, പല കൊല്ലങ്ങൾ നടക്കുന്നതാണ്. ഇനി പൂരമായിട്ട് ബന്ധപ്പെട്ട അനഭിലഷണീയമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യാനും ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനും ഉള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ കേവലം രാഷ്ട്രീയ വിഴുപ്പലക്കലിന് വേണ്ടിയിട്ടല്ല. എന്തായാലും പൂരം ഒരു ശ്രദ്ധേയമായ വിഷയമായ അവസാന സമയത്ത് തൃശ്ശൂർ വന്ന് വീഴുകയാണ്. എന്ത് സംഭവിക്കുമെന്നൊക്കെ വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിച്ചതിന്. പക്ഷേ